ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് കയറി വന്ന സുകുമാരി അമ്മയോടും പ്രിയങ്കയോടും ഇനി അവിടെ താമസിക്കേണ്ടെന്നും അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണമെന്നും ദേവനാരായണ തിരുമേനി ആജ്ഞാപിക്കുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന സുകുമാരി അമ്മ പറഞ്ഞു, അതെ, ഈ വീട്ടിൽ കയറാൻ എനിക്ക് നിന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അവകാശത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പ്രിയങ്ക അറിയുമ്പോൾ എന്ത് അവകാശമാണ് നിനക്കുള്ളത് എന്ന് ദേവനാരായണൻ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതോടെ സുകുമാരി അമ്മ പറഞ്ഞു, ഇവൾക്ക് ഈ വീട്ടിൽ കയറാനുള്ള അവകാശം ഞാൻ നൽകിയാൽ പിന്നെ അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യം നിനക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറഞ്ഞു, ഞങ്ങളെ ഇവിടെ ഇറക്കി വിടാൻ പോവുകയാണെങ്കിൽ അതാണ് നിന്റെയൊക്കെ തീരുമാനമെങ്കിൽ ഒന്ന് നീ മനസ്സിലാക്കിക്കോ. ഇപ്പൊ പോലീസിനെ വിളിച്ച് നീ അങ്ങനെ ഞങ്ങളെ ഇവിടെ ഇറക്കി വിടാൻ ശ്രമിച്ചാൽ എന്ത് കേസിന്റെ പേരിലാണ് ഞങ്ങൾ അഴിയിലായത് എന്നും നിനക്ക് വ്യക്തമായിട്ട് അറിയാവല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് അങ്ങനെ ഒന്ന് കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ പോലെ നിന്നെയും പോലീസുകാർ ഇവിടെ നിന്ന് കയ്യിൽ വിലം കണിയിച്ചുകൊണ്ട് പോകും. ഈ നാട്ടുകാർ മുഴുവൻ വളരെ ബഹുമാനത്തോടെ കാണുന്ന ദേവനാരായണൻ തിരുമേനിയുടെ പേരിലും അങ്ങനെ ഒരു കളങ്കം വന്നു വീണു. മനസ്സറിയാതെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുറ്റക്കാരാകേണ്ടി വന്നെങ്കിൽ അതേ കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിൽ നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കാണേണ്ടി വരും. എന്താ ദേവ, നിനക്ക് അതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണനും യശോദയും ആകെ ഭയന്നു നിന്നു. ഉടനെ തന്നെ സുകുമാരി അമ്മ പ്രിയങ്കയെ വിളിച്ചിട്ട് നീ വാടി മോളെ എന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് കയറിപ്പോന്നു. അങ്ങനെ സുകുമാരി അമ്മയും പ്രിയങ്കയും കൂടി അകത്തേക്ക് പോയതോടെ ദേവനാരായണനും യശോദയും ആകെ നിരാശയിലായി. യശോദ ദേവനാരായണനോട് ചോദിച്ചു, എന്താ ഈ ചെയ്യും ദേവേട്ടാ? ഇനി ഇപ്പോൾ കൊണ്ടുവന്ന ഈ പണമൊക്കെ ഇനി ആരുടെയും കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതായിരിക്കുമോ? ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പൊല്ലാപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞതും, ഒന്നും അറിയില്ല എൻ്റെ യശോദേ, എല്ലാം നമ്മൾ അനുഭവിക്കുക, എല്ലാത്തിനും നമ്മൾ നേരിടുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് ദേവനാരായണൻ ആകെ സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ദേവനാരായണന്റെ ഫോൺ റിങ് ചെയ്തു. വേഗം നിന്ന് യശോദ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദേവനാരായണൻ പറഞ്ഞു, ദേവേട്ട, രാധികമോള എന്ന് പറഞ്ഞ് ഫോണുമായിട്ട് ദേവനാരായണന്റെ അരികിലേക്ക് എത്തി. ദേവനാരായൺ കോൾ അറ്റൻഡ് ചെയ്തതും രാധികമോള് പറഞ്ഞു, അച്ഛാ, പ്രിയങ്കയും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് എത്തിയോ എന്ന് ചോദിച്ചപ്പം, അവരിങ്ങ് വന്നു. അല്ല, മോളെങ്ങനെയാ അറിഞ്ഞത്? അവര് ജയിലിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ മനുഷ്യർക്ക് സമാധാനം കിട്ടിയേനെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധിക പറഞ്ഞു, അതെ അച്ഛാ, അവരിറങ്ങിയവരെയൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധികയോട് ദേവനാരായണൻ അറിയിച്ചു, എൻ്റെ മോളെ എന്താണ്ട് കോടിയൊക്കെ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇനി അത് ശരിയാണോ, ഇനി ആരുടെയും കയ്യിൽ നിന്ന് അത് തട്ടിക്കൊണ്ട് വന്നതാണോ എന്നൊന്നും അറിയത്തില്ല എന്ന് ദേവനാരായണൻ സങ്കടപ്പെട്ട് പറയുമ്പോൾ അത് കേട്ട രാധിക പറഞ്ഞു, അച്ഛാ, അതും സത്യ, അത് കൊടുത്തത് അമ്മയാണ് ആ പണം. അത് കേട്ടതോടെ ആകെ ഞെട്ടിലായി ദേവനാരായണന്. എന്താ മോളെ ഈ പറയുന്നത്? ആര് കൊടുത്തെന്നാ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, അതെ അച്ഛാ, അമ്മയാണ് ആ പണം മുത്തശ്ശിക്കും പ്രിയങ്കയ്ക്കും കൊടുത്തത്. വരുണിന്റെയും എന്റെയും ജീവിതം സുരക്ഷിതമാക്കാനായിട്ട്, വരുണിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനായി പ്രിയങ്ക ആവശ്യപ്പെട്ട തുകയാണ് 25 കോടി. അത് അമ്മ കൊടുത്തു എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ദേവനാരായണൻ പറഞ്ഞു, മോള് ഫോൺ വയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ദേവനാരായണൻ വേഗം സുകുമാരിയമ്മയെ വിളിച്ചു. അമ്മ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞതും സുകുമാരിയമ്മ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. എന്താണ് നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണൻ ചോദിച്ചു, അമ്മയ്ക്ക് ഈ പണം കിട്ടിയത് ശ്യാമം മേഡം തന്നതാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതോടെ സുകുമാരിയമ്മ പറഞ്ഞു, ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടൊന്നും ഇല്ല ഈ പണം. പക്ഷേ ഞങ്ങൾ ചോദിച്ചത് കണിമംഗലത്തുകാരോടാ, വരുണിനോട്. അവര് ഈ പണം തരാമെന്ന് പറഞ്ഞിട്ട് പണം തരാനായിട്ട് വരാൻ പറഞ്ഞ ദിവസം അവർ പണവുമായിട്ട് എത്തിയില്ല. ആ സമയത്ത് ഈ പറഞ്ഞ രാധികയുടെ, നിങ്ങളുടെ വളർത്തുമകളുടെ അമ്മ എന്ന് പറയുന്ന ആ ശ്യാമ കൊണ്ടുവന്ന് പണം ഞങ്ങൾക്ക് നൽകി. അതിലെന്താ ഇത്ര തെറ്റ് എന്ന് സുകുമാരി അമ്മ ചോദിച്ചു. ഇത് കേട്ടതോടെ ദേവനാരായണൻ ചോദിച്ചു, അമ്മേ, ഇതെന്തിനാണ് ഈ വില, ഇത്രയും വലിയ തുക എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണനോട് സുകുമാരി അമ്മ പറഞ്ഞു, എടാ മോനെ, ഇനിയെങ്കിലും നല്ല ജീവിതം ഞങ്ങൾക്കുണ്ടാവണം. എല്ലാ സുഖ സൗകര്യങ്ങളോടെ എൻ്റെ മോള് രാജകുമാരിയെ പോലെ വാഴണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു തുക എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ദേവനാരായണൻ പറഞ്ഞു, വേഗം ഇവിടെ നിന്ന് ഇറങ്ങിക്കോ രണ്ടുപേരും, ഇനി ഇവിടെ ജീവിക്കണ്ട എന്നറിയിച്ചു. ഉടനെ ദേവനാരായണനോട് പ്രിയങ്ക പറഞ്ഞു, അല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു ഫ്ലാറ്റ് എടുക്കണം. അതിനു വേണ്ടിയുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. അങ്ങനെ നല്ലൊരു ഫ്ലാറ്റ് റെഡിയായി കഴിയുമ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ പുരാതനമായിട്ടുള്ള ഈ വീടും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ കിടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ലൊരു വീട് വേണം. അതൊരു ഫ്ലാറ്റ് തന്നെ ആയിക്കോട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ ഒരു ഫ്ലാറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ, ഫ്ലാറ്റ് റെഡിയായി കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അതുവരെ ഞങ്ങൾ ഇവിടെ കഴിയും എന്ന് പ്രിയങ്ക അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയങ്ക അവിടെ നിന്ന് പോകുമ്പോൾ ദേവനാരായണനും യശോദയും ആകെ വിഷമത്തിലായി. അപ്പോഴാണ് രാധിക ശ്യാമ മേഡത്തിന്റെ ഫോണിലേക്ക് വിളിച്ചത്. ശ്യാമ മേഡം ഇതിനിടയിൽ അമൃതയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു.
പ്രിയങ്ക എന്ന ആ വലിയൊരു വിപത്തിനെ വരുണിന്റെയും രാധികയുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷമായിരുന്നു ശ്യാമയുടെ മുഖത്ത്. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിലാണ് രാധിക മോളുടെ ഫോൺ കോൾ വന്നത്. അമൃതയെടുത്തി കോൾ അറ്റൻഡ് ചെയ്തതും എന്താ മോളെ എന്ന് ചോദിച്ചപ്പോൾ രാധിക ചോദിച്ചു, അല്ല അമൃത മേഡവും അമ്മയും വീട്ടിലുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം ഉണ്ടല്ലോ മോളെ, എന്താ കാര്യം? അത് കേട്ടതോടെ രാധിക പറഞ്ഞു, എന്നാലേ അവിടെ തന്നെ ഉണ്ടാവണം കേട്ടോ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് രാധിക അമ്മയെയും അവിടെ നിർത്തണം, മമ്മിയോടും പറയണം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എന്നറിയിച്ചു. അത് ശരി, എന്താ മോളെ എന്ന് ചോദിച്ചപ്പം സർപ്രൈസ് ആരെങ്കിലും പറയുമോ, അതുകൊണ്ട് അതിനെ സർപ്രൈസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് രാധിക വേഗം ഫോൺ വെച്ചു. അപ്പോഴേക്കും ശ്യാമ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താ എടുത്തി, എന്താ മോള് പറഞ്ഞത്? അതെ, എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്താന്ന് ചോദിച്ചപ്പം സർപ്രൈസ് ആരെങ്കിലും പറയുമോ എന്ന് ചോദിച്ച് വേഗം ഫോൺ വെച്ചു. അത് കേട്ടതോടെ ശ്യാമ ആകെ ചിരിച്ചു. ഓ അത് ശരി, അപ്പോൾ സർപ്രൈസ് ആയിട്ട് വരിക. അപ്പോൾ ഒരു കാര്യം ചെയ്താലോ ഏട്ടത്തി, നമുക്ക് സർപ്രൈസ് തരുമ്പോൾ നമ്മൾ തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കണ്ടേ? അതിനെന്താ ഒരു പോംവഴി, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചപ്പം അതെന്തായാലും നല്ല കാര്യമാണ്, നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. അല്ല, മോളിപ്പോൾ അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പോൾ എന്ത് കുസൃതിത്തരം വേണമെങ്കിലും കാണിച്ചു കൂട്ടാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ മോള്. അപ്പോഴാണ് അത് കേട്ട ശ്യാമ പറഞ്ഞത്, എനിക്ക് ഒരു സർപ്രൈസ് തരുമ്പോൾ തിരിച്ച് എനിക്ക് എൻ്റെ മോളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവൾക്കും ഞാനൊരു സർപ്രൈസ് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അത് ശരി, അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, അമ്മയും മോളും കൂടെ ഇങ്ങനെ സർപ്രൈസ് കൊടുത്ത് രണ്ടുപേരും ഒരുപോലെ ഒരേ സ്വഭാവവും ഒരേ പ്രായത്തിലും രണ്ടുപേരും വന്ന് എത്തുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് അമൃതേടത്തി പറയുമ്പോൾ നമുക്ക് നോക്കാം ഏട്ടത്തി, എന്ത് സർപ്രൈസാണ് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് അതിശയത്തോടെ ശ്യാമ എങ്ങനെ നിന്നു. ഈ സമയത്താണ് വരുണിനെ അരികിലേക്ക് വിളിപ്പിച്ച് പരമേശ്വരൻ ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞത്. അച്ഛൻ വിളിപ്പിച്ച് എന്തിനാണെന്ന് ചോദിച്ച് വരുൺ അരികിലേക്ക് എത്തിയതും, മോനെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും പ്രിയങ്കയുമായിട്ടുള്ള നിന്റെ പ്രശ്നത്തിൽ ഒരു പരിഹാരം ശ്യാമ ഇടപെട്ട് കണ്ടു. നമുക്ക് അത്രയും പണം കൃത്യസമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ആ സമയത്ത് ശ്യാമ എത്തി ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ചു. സത്യം പറഞ്ഞാൽ ഒരു 25 കോടി എന്നത് കണിമംഗലം കുടുംബത്തിനെ സംബന്ധിച്ച് അതത്ര വലിയ തുകയൊന്നുമല്ല. എന്നിട്ടും ആ സമയത്ത് നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ട് നമ്മുടെ കമ്പനി ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നും എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കമെന്നും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായച്ചാ അത് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് എന്ന് വരുൺ അറിയിച്ചു. ഇത് കേട്ടതോടെ പരമേശ്വരൻ പറഞ്ഞു, ആദ്യമായിട്ട് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബിസിനസ്സിൽ നമ്മൾ ഒരാളെയും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല. എല്ലാവരെയും നമ്മൾ കൃത്യമായി വീക്ഷിച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മറ്റാരുടെയും കൈകളിൽ ഉത്തരവാദിത്വം ഏർപ്പെടുത്തി നമ്മൾ സുഖമായി മാറി നിന്നാൽ തീർച്ചയായിട്ടും ആ ബിസിനസ് നഷ്ടത്തിലാവും. കാരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള ബിസിനസ്സിൻ്റെ തകർച്ചകളിലെല്ലാം അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓണർമാർ കൃത്യമായി അവരുടെ അധികാരങ്ങളും അവരുടെ തീരുമാനങ്ങളും അവരുടെ സ്ഥാനങ്ങളും അവകാശങ്ങളും ഒക്കെ മറ്റൊരാളെ ഏൽപ്പിച്ച് മാറി നിൽക്കുമ്പോൾ അങ്ങനെയാണ് അവർക്ക് തോൽവി സംഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായ ബിസിനസ് രംഗത്തെ എല്ലാ തകർച്ചയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് പ്രധാനമായിട്ടുള്ള എത്ര വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും തകർച്ച വന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ ഇത് തന്നെയാണെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മോനോട് പറയാനുള്ളത്, ഇനി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടുപേരും നടത്തുന്ന ചർച്ചകളും നമ്മൾ രണ്ടുപേരും നടത്തുന്ന തീരുമാനങ്ങളും മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനും നമ്മുടെ കമ്പനിയെ മുന്നോട്ട് നയിക്കാനും ഞാനും നീയും ഇപ്പോൾ സൂര്യയുമുണ്ട്. എന്നിട്ടും നമ്മൾ 3 പേരും ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊരു തകർച്ച നേരിട്ടത്. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ പോരായ്മയും എത്രത്തോളമാണെന്നും നമ്മുടെ ഇക്കാര്യത്തിൽ നമ്മുടെ ഗൈഡിങ്ങും നമ്മൾ നടത്തേണ്ടിയിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് നമുക്ക് പറ്റിയ പോരായ്മയും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും എത്രത്തോളമാണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എന്ന് പരമേശ്വരൻ ചോദിച്ചു. അത് കേട്ടതോടെ വരുൺ പറഞ്ഞു, അച്ഛാ ഞാൻ അതിന് കൃത്യമായി പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരമേശ്വരൻ വരുണിനോട് പറഞ്ഞു, മോനെ ഇനി പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എന്നതല്ല, നമ്മൾ അതിന് കൃത്യമായി പരിഹാരം കാണണം, അതാണ് വേണ്ടത്. അതിന് ഇനി ഒരു കാര്യം മാത്രം മോൻ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ മറ്റാരെയും ഇനി പഴയതുപോലെ കണ്ണു അടച്ച് വിശ്വസിക്കരുത്, ഒരാളെയും എന്ന് പറഞ്ഞപ്പോൾ അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ ഇനി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞേക്കാം. ഇപ്പോൾ പുതിയതായി വന്ന മാനേജർ ഉണ്ടല്ലോ ബെഞ്ചമിൻ, എനിക്ക് അയാളുടെ കാര്യത്തിൽ അത്ര വിശ്വാസമില്ല. വരുൺ ഓരോരുത്തരെയും കാണുന്നത് പോലെയല്ല ഞാൻ കാണുന്നത്. വരുണിന് ബിസിനസ് രംഗത്ത് അധികം പ്രവൃത്തി പരിചയമില്ല അല്ലെങ്കിൽ അനുഭവ പരിചയമില്ല. എന്നാൽ
ഒരു ഇത്രയും വർഷക്കാലം ബിസിനസ് നടത്തി അനുഭവവും തഴക്കവും വന്നിട്ടുള്ള ഒരു കണ്ണുകളാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടെത്തുന്ന പോരായ്മ ഞാൻ ഓരോ മനുഷ്യരെയും കാണുമ്പോൾ അവരിൽ എന്തൊക്കെ വീഴ്ചകളുണ്ടെന്നും അവളുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണെന്നും എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ബെഞ്ചമിൻ്റെ കാര്യത്തിൽ വരുൺ പറയുന്നത് പോലെ അത്രയും വിശ്വസ്യത എനിക്കില്ല. അതുകൊണ്ടാണ് ഒരു കാരണവശാലും നമ്മളെടുക്കുന്ന ഡിസിഷൻ ഒരിക്കലും ബെഞ്ചമിനുമായി പങ്കുവെക്കരുതെന്നും ബെഞ്ചമിനോട് അതിനെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യരുതെന്നും ഞാൻ പറഞ്ഞതെന്ന് വരുണിനോട് പരമേശ്വരൻ അറിയിച്ചു. അതെല്ലാം കേട്ടതും വരുൺ പറഞ്ഞു, അച്ഛാ, അയാള് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടനെ പരമേശ്വരൻ വരുണിനോട് ചോദിച്ചു, മോനെ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും അയാളുമായി ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിന് കാരണം പലതുമാണ്. അത് വ്യക്തമായി ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യം കൃത്യമായും മനസ്സിലാക്കുക. അവരുമായിട്ട് ഒരു അവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു തീരുമാനത്തിലെത്താൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുമായിട്ടൊരു ചർച്ചയ്ക്കായിട്ട് മുന്നിട്ടിറങ്ങിയാൽ ഒരിക്കലും നമ്മൾ എന്താണ് തീരുമാനിച്ചതെന്നും നമ്മുടെ കമ്പനിക്ക് വേണ്ടി നമ്മളെടുത്ത തീരുമാനം എന്താണെന്നും മറ്റൊരു മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. സൂര്യ കൂടി വന്നതിന് ശേഷം നമുക്ക് ഒന്നിച്ചിരുന്ന് ഡിസ്കഷൻ നടത്താം. നമുക്കിടയിലല്ലാതെ മറ്റൊരു സ്റ്റാഫിൻ്റെ അരികിലേക്കും നമ്മുടെ തീരുമാനങ്ങൾ എത്തിച്ചേരരുത്. അത് കൃത്യമായി ശ്രദ്ധിക്കണമെന്ന് വരുൺ ഏർപ്പാട് ചെയ്തത് ശരിയെന്ന് വരുൺ സമ്മതിച്ചു. വരുൺ, മോനെ, നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നീ എല്ലാവരും കണ്ണുമടച്ച് വിശ്വസിക്കും. ഒരാളുടെ പ്രവൃത്തിയിലും ഒരാളുടെ തീരുമാനങ്ങളിലുമൊക്കെ പെട്ടെന്ന് നീ അവരെ അങ്ങ് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരെ അങ്ങ് വിശ്വസിച്ച് പോവുകയും ചെയ്യും. എന്നാൽ അവർ നമ്മളെ ചതിക്കുന്ന വിവരം തിരിച്ചറിയുമ്പോഴേക്കും, അവർ നമ്മളെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് ഉണ്ടായിരുന്നതല്ല നമുക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് സത്യം. അതുകൊണ്ട് അങ്ങനെയൊരു കണ്ണുമടച്ചുള്ള ആ വിശ്വാസം പലർക്കും നമ്മളെ തകർത്ത് കളയുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കലാണ്. അത് മോൻ മനസ്സിലാക്കണമെന്ന് വരുണിനോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായച്ചാ എന്ന് വരുൺ സമ്മതിക്കണം. അതിനുശേഷം രാധികയുടെ വരവും കാത്ത് ശ്യാമയും അമൃതയെടുത്തിയും ഇരിക്കുകയാണ്. ഉടനെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അമൃതയെടുത്ത് എന്ന് വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാധിക. എന്താ മോളെ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് എന്ന് അമൃതയെടുത്ത് ചോദിച്ചപ്പോൾ, ഇതാണ് ആ സർപ്രൈസ് എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന ഫുഡ് കാരിയർ എടുത്ത് കാണിച്ചു. ഇത് കണ്ടതോടെ അതിശയത്തോടെ അമൃതയെടുത്ത് ചോദിച്ചു, ഇതിലെന്താ ഇത്ര പ്രത്യേകതയുള്ളത്? ഇത് മിക്കവാറും മോള് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാറുള്ളതാണല്ലോ എന്ന് ചോദിച്ചിട്ടും, അതെങ്ങനെയാണ്? പക്ഷേ ഞാനന്ന് കൊണ്ടുവന്ന് ഇരുന്നതും ഭക്ഷണം ഊട്ടിയിട്ടുള്ളതും ഫിദ മേഡത്തിനെയാണ്. ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന് രാധിക അറിയിച്ചു. അത് കേട്ടതോടെ എവിടെ അമ്മ എവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും ശരി, മോള് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റെഡിയാകാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് നേരെ നോക്കിയപ്പോഴേക്കും സ്റ്റെയർ ഇറങ്ങി വരുന്ന ഫിദ മേഡത്തെ കണ്ടു. ഇത് കണ്ടതോടെ അതിശയത്തോടെ രാധിക നോക്കി. അത് ശരി, ഫിദ മേഡം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചത്. ഉണ്ടായിരുന്നു. അല്ല, എന്താ മോളെന്താ ഇപ്പോൾ ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പം, അതെ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞു. ഓ, അത് ശരി. അല്ല, അമ്മയെ കണ്ടെത്തുമ്പോൾ, അമ്മയെ നേരിൽ കാണുമ്പോൾ 1000 ചോദ്യങ്ങൾ അമ്മയോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ മോള്. എന്തൊക്കെയാ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചതും, അതൊക്കെ ഉണ്ട് മേഡം. അതൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചോ പോരെ, അല്ലാതെ ഫിദ മേഡത്തോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചു. എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാധിക അരികിലേക്ക് ചെന്ന് ശ്യാമയുടെ ആ വെയിലെടുത്ത് മാറ്റി. എന്നിട്ട് അമ്മയുടെ കവളത്ത് ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതെ, ഇതെന്താ വീണ്ടും ഈ വേഷത്തിൽ എന്നെ പറ്റിക്കാൻ ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ അമൃതേടത്തി പറഞ്ഞു, അതെ, മോളൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് സർപ്രൈസാണ് മോൾക്ക് തരിക എന്നതായിരുന്നു ശ്യാമയുടെ സംശയം. അങ്ങനെ ശ്യാമ കണ്ടെത്തിയ ഒരു സർപ്രൈസാണ് ഈ ഫിദ മേഡം. അത് കേട്ടതോടെ രാധിക പറഞ്ഞു, മതി മതി, ഇതുമായിട്ട് രണ്ടുപേരും കുറേ എന്നെ കളിപ്പിച്ചതാ. ഇനി വേഗം വന്നിവിടെ ഇരുന്നേ, രണ്ടുപേർക്കും ഞാൻ ഭക്ഷണം വിളമ്പി തരാമെന്ന് പറഞ്ഞ് അമൃതയെടുത്തിയും ശ്യാമയും ആ ഡൈനിങ് ടേബിൾ പിടിച്ചിരുത്തി. എന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെ ഇനി കഴിച്ചോ എന്ന് പറഞ്ഞു. ഉടനെ അമൃത പറഞ്ഞു, അതെ, ശ്യാമയെ അമ്മയെന്ന് വിളിക്കുകയാണെങ്കിൽ എന്നെ വല്യമ്മയെന്ന് വിളിച്ചാൽ മതി. എനിക്ക് കേൾക്കുന്ന തന്നെ ദേഷ്യ ഈ അമൃത മേഡം എന്നുള്ള വിളി എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട രാധിക ചോദിച്ചു, അത് ശരി, അപ്പോൾ ഇത്രയും നാളും രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ചതൊന്നും ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അല്ലേ? അന്ന് എന്നെ ഇങ്ങനെ പറ്റിച്ചതല്ലേ? അപ്പോൾ കുറച്ച് നാൾ ഈ അമൃത മേഡം എന്നുള്ള വിളി കേട്ട് അങ്ങ് വിഷമിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് രാധിക അങ്ങനെ ഇരുന്നു. എന്നിട്ട് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് രാധിക മാറിയിരിക്കുന്ന കണ്ട് മോൾക്ക് ഭക്ഷണം വേണ്ടേ എന്ന് അന്വേഷിച്ചപ്പോൾ, ഇന്ന് രണ്ടുപേരെയും ഇത് കഴിപ്പിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് രണ്ടുപേരും വേഗം കഴിച്ചേ എന്ന് പറഞ്ഞ് രാധിക നോക്കിയിരുന്നു. പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ അമൃതയെടുത്തി പറഞ്ഞു, ഭക്ഷണം കുഴപ്പമില്ല, എങ്കിലും എവിടെയൊക്കെയോ ഉപ്പും പുളിയൊക്കെ കുറവുള്ളതുപോലെ. അല്ല ശ്യാമേ എന്നിങ്ങനെ ചോദിച്ചപ്പം, ആണോ എന്ന് ആകെ രാധിക സംശയത്തോടെ ചോദിച്ചു. അയ്യോ, ഞാനെല്ലാം നോക്കിയതാണല്ലോ, എല്ലാം പാകത്തിനുണ്ടല്ലോ, അമ്മ പറഞ്ഞേ എല്ലാം പാകത്തിനല്ലേ അമ്മേ എന്ന് ശ്യാമയോട് രാധിക വിഷമത്തോടെ ചോദിക്കുന്ന കേട്ടപ്പോൾ
ശ്യാമ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ മോളുണ്ടാക്കിയ ഭക്ഷണം അത് എത്ര നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതിനി എങ്ങനെ ഉണ്ടാക്കിയാലും അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ അമൃതേടത്തി പറഞ്ഞു, ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ പറഞ്ഞാ നിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ. എല്ലാം കറക്റ്റ് പാകത്തിനാ. ഇതിൻ്റെ ടേസ്റ്റ് കാരണം എനിക്ക് നാവിന് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം എന്ന് പറഞ്ഞ് അമൃതേടത്തി രാധികയോട് സംസാരിക്കുമ്പോൾ എല്ലാം കേട്ട് എൻ്റെ പൊന്നുമോൾക്ക് വീണ്ടും ഇങ്ങനെയൊരു സന്തോഷം നിറഞ്ഞ ദിവസം ഉണ്ടായല്ലോ. അത് തന്നെയാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞ് ശ്യാമ രാധികയെ സ്നേഹത്തോടെ ഭക്ഷണം മുട്ടുന്നു. അങ്ങനെ ആ അമ്മയും മകളും അമൃതേടത്തിയോടൊപ്പം ഭക്ഷണം കഴിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ ആ അമ്മയുടെയും മകളുടെയും നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹവാത്സല്യങ്ങൾ വീണ്ടും തിരികെ പിടിച്ചുകൊണ്ട് അവർ പരസ്പരം സ്നേഹിച്ച് ആ സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നു. രാധിക അങ്ങനെ അമ്മയോടൊപ്പം കഴിയുമ്പോൾ പരമേശ്വരൻ സൂര്യയെ വിളിച്ചു വരുത്തിയതുകൊണ്ട് 3 പേരും ഇരുന്ന് ചർച്ചയിലേർപ്പെട്ടു. അവസാനം അവർക്കൊരു കാര്യം ഉറപ്പായി. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പാകപ്പിഴകൾ സംഭവിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ എന്ന മാനേജറുടെ വരവോടുകൂടിയാണ് എന്നുള്ള സത്യാവസ്ഥ അവർക്ക് ബോധ്യമായി. ഉടനെ തന്നെ അവർ 3 പേരും നേരെ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ എത്തി മാനേജരായ ബെഞ്ചമിനെ അരികിലേക്ക് വിളിപ്പിച്ചു. പരമേശ്വരൻ ബെഞ്ചമിനോട് ചോദിച്ചു, അല്ല, ബെഞ്ചമിൻ്റെ അച്ഛൻ വലിയ ഏതൊരു ബിസിനസ്മാൻ ആണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. വരുൺ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഏതാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്ന് പരമേശ്വരൻ അന്വേഷിച്ചു. പെട്ടെന്ന് ബെഞ്ചമിൻ പറഞ്ഞു, സർ, ക്ഷമിക്കണം സർ, എനിക്കെൻ്റെ പപ്പയെക്കുറിച്ച് പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബെഞ്ചമിൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കിയ വരുൺ ദേഷ്യത്തോടെ ബെഞ്ചമിന് നേരെ തിരിഞ്ഞു. നീ എങ്ങോട്ടായി പോകാൻ തുടങ്ങുന്നത്? മര്യാദയ്ക്കൂടെ നിൽക്കടാ. ഇത്രയും നാളും നീ ഈ കമ്പനിയെയും ഞങ്ങളെയും നീ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ച് ബെഞ്ചമിന് നേരെ വരുൺ ദേഷ്യപ്പെട്ടപ്പോൾ ബെഞ്ചമിൻ ഇനി അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. വേഗം തൻ്റെ തടി തപ്പുക എന്നാണ് ഇനിയുള്ള നീക്കമെന്ന് മനസ്സിലാക്കി ബെഞ്ചമിനോടൊന്ന് ഓടി രക്ഷപ്പെടുന്നു. ബെഞ്ചമിൻ്റെ പിന്നാലെ വരുണും സൂര്യയും ബെഞ്ചമിനെ പിടികൂടാനായി പിന്നാലെ പുറപ്പെടുന്നു.